ഓ ക്യാഷ്. ഈ മാസം, ഈ ആഴ്ച നമ്മൾ ഓപ്പറേഷൻസിൽ പോസിറ്റീവ് ആണോ, നെഗറ്റീവ് ആണോ, ന്യൂട്രൽ ആണോ എന്നറിയാൻ പറ്റൂ. ആ നമ്പേഴ്സിലേക്ക് നോക്കുന്ന ഒരാൾക്ക് മാത്രമേ അവിടെ വന്നിരിക്കുന്ന എക്സസ് ക്യാഷ് അതെങ്ങനെ ഫലപ്രദമായ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് മനസ്സിലാവൂ. സ്വന്തം കണക്കിലേക്ക് നോക്കുന്ന ഒരാൾക്ക് മാത്രമേ എഫ് ക്യാഷ് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് മനസ്സിലാവൂ. ഇറ്റ് ഈസ് എ ഹാബിറ്റ്. ഇറ്റ് ഈസ് എ ഹാബിറ്റ്. ഈ കണക്ക് നോക്കാത്ത ഒരാൾക്ക് ബിസിനസ് ചെയ്യാൻ യോഗ്യതയില്ല. ഇവർക്ക് സേവിങ്സ് എന്താണെന്ന് അറിയുക പോലുമില്ല. ദേ ആർ ജസ്റ്റ് ഗാംബ്ലിംഗ്. ദേ ആർ ജസ്റ്റ് ഗാംബ്ലിംഗ്. നമ്മുടെ അക്കൗണ്ടന്റിന്റെ ജോലി കണക്ക് എഴുതി വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ജോലിയാണ് നമുക്ക് എത്ര റിസർവ് ഫണ്ട് ഉണ്ട്. റിസർവ് ഫണ്ട് നമ്മുടെ ഫിക്സഡ് എക്സ്പെൻസ് ഇൻറ്റു മിനിമം 3 monthsലേക്കുള്ള റിസർവ് ഫണ്ട് നമ്മുടെ കയ്യിൽ വേണം ആസ് എമർജൻസി ഫണ്ട്. കാരണം എപ്പോഴാ ബോംബ് വീഴുന്നത്, എപ്പോഴാ മഴ പെയ്യുന്നത്, എപ്പോഴാ കോവിഡ് വരുന്നത് നമ്മുടെ കയ്യിലല്ല. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ, അങ്ങനെ ഒരു റെയിനി ഡേ വന്നാൽ നമുക്ക് നിലനിൽക്കാൻ, അന്ന് പോയി എഫ് ക്യാഷിനെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കാൻ നമുക്ക് എന്ത് വേണം? റിസർവ് ഫണ്ട് വേണം. ഈ റിസർവ് ഫണ്ട് എത്രയുണ്ട് നമ്മുടെ കയ്യിൽ? ഇതൊക്കെ നമുക്കറിയണമെങ്കിൽ നമ്മൾ നമ്മുടെ നമ്പേഴ്സ് നോക്കണം. ആ നമ്പേഴ്സിലേക്ക് നോക്കുന്നില്ല എങ്കിൽ യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് യുവർ ബിസിനസ്. ഈ നമ്പേഴ്സ് എന്ന് പറയുന്നത്, ഫിനാൻസ് എന്ന് പറയുന്നത്, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് an accounting topic. This is pure leadership. കാരണം ആ നമ്പേഴ്സ് നോക്കിയിട്ടാണ് ഡിസിഷൻസ് എടുക്കേണ്ടത്. ഒരു അക്കൗണ്ടന്റിനും നിങ്ങളുടെ ബിസിനസ്സിൽ ഓൺ ബിഹാഫ് ഓഫ് യു ഡിസിഷൻസ് എടുക്കാൻ പറ്റില്ല. അവര് വരുന്ന ബില്ല് ക്ലിയർ ചെയ്യുന്നു, കിട്ടാനുള്ള പൈസയുടെ ലിസ്റ്റ് എഴുതി വെക്കുന്നു, കിട്ടിയത് എടുത്തു ബാക്കി ബാങ്കിൽ ഇടുന്നു, അല്ലെങ്കിൽ ബാക്കി ട്രാൻസ്ഫർ ചെയ്യാനോട് ചെയ്യുന്നു. ഇറ്റ്സ് ജസ്റ്റ് എ ജോബ് ഫോർ ദം. ബട്ട് നമുക്ക് ആ നമ്പേഴ്സ് തരുന്ന ഇൻസൈറ്റ് ഇറ്റ്സ് സംതിങ് ഡിഫറെന്റ്. ആ നമ്പേഴ്സ് വെച്ചിട്ടായിരിക്കണം ഒരു ലീഡർ ഡിസിഷൻ എടുക്കുന്നത്. ഡേറ്റ ഡ്രിവൺ ഡിസിഷൻസ്. ആ ഡേറ്റ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ യു വിൽ ബി ടേക്കിംഗ് ജസ്റ്റ് ഇമോഷണൽ ഡിസിഷൻസ്. ഇമോഷണൽ ഡിസിഷൻസും ഡേറ്റ ഡ്രിവൺ ഡിസിഷൻസും തരുന്ന റിസൾട്ട് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. സോ സ്വന്തം കമ്പനിയുടെ കണക്കറിയാത്ത ഒരാൾക്ക് എപ്പോഴും എടുക്കുന്ന തീരുമാനം ഇമോഷണൽ ഡിസിഷൻ ആയിരിക്കും. എന്റെ സെയിൽസ് ടീം, ഞാൻ കൃത്യമായി അവരുടെ നമ്പേഴ്സ് നോക്കുന്നുണ്ട്. എന്റെ മാർക്കറ്റിംഗ് എഫിഷ്യൻസി, അതിന്റെ നമ്പേഴ്സ് ഞാൻ നോക്കുന്നുണ്ട്. എന്റെ വീഡിയോ പ്രൊഡക്ഷൻ ടീമിന്റെ എഫിഷ്യൻസി നമ്പേഴ്സ് വെച്ചിട്ടാണ് ഞാൻ നോക്കുന്നത്. ഒരു ദിവസം എത്ര റീൽസ് ചെയ്യുന്നു, ഒരു ദിവസം എത്ര വീഡിയോസ് ചെയ്യുന്നു, ഒരു ദിവസം എത്ര മണിക്കൂർ ക്ലാസ് എഡിറ്റ് ചെയ്യുന്നു, ഒരു ദിവസം എത്ര സ്ലൈഡ് ഉണ്ടാക്കുന്നു, ഒരു ദിവസം എത്ര ലീഡ്സ് ജനറേറ്റ് ചെയ്യുന്നു, ഒരു ദിവസം എത്ര കോൾസ് വരുന്നു, അതിൽ എത്രണ്ണം അറ്റൻഡ് ചെയ്യുന്നു, അതിൽ എത്രണ്ണം കൺവേർട്ട് ആകുന്നു. ഓൾ ദീസ് ആർ നമ്പേഴ്സ്. ഈ നമ്പർ ബേസ് ചെയ്തിട്ടാണ് എല്ലാ തീരുമാനവും. സോ ഒരു അക്കൗണ്ടന്റിനും ഓൺ ബിഹാഫ് ഓഫ് എ ബിസിനസ് ഓണർ ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. കാരണം നമ്മളുടെ വിഷൻ എന്തെന്ന് നമ്മുടെ അക്കൗണ്ടന്റിന് അറിയില്ല. നമ്മുടെ ക്ലയൻസ് ആര് എന്ന് നമ്മുടെ അക്കൗണ്ടന്റിന് അറിയില്ല. നമ്മുടെ മുന്നിൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്ന് നമ്മുടെ അക്കൗണ്ടന്റിന് അറിയില്ല. നമ്മുടെ മുന്നിൽ എന്തൊക്കെ റിസ്ക് ഉണ്ട്, ത്രെറ്റ് ഉണ്ട് എന്ന് അവർക്കറിയില്ല. അവർക്ക് കണക്കെഴുതി വെക്കാനും കൊടുക്കാനുള്ളത് കൊടുക്കാനും മാത്രമേ അവർക്കറിയൂ. ഇഫ് യു ആർ നോട്ട് ഇൻവെസ്റ്റഡ്, യു ആർ നോട്ട് ഇൻട്രസ്റ്റഡ്. നീ ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിനക്ക് അതിൻ്റെ അകത്ത് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ആസ് ഫാർ ആസ് അക്കൗണ്ടന്റ് നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാത്തടത്തോളം കാലം അവർക്ക് ഇതിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ബാങ്ക് ചോദിക്കുന്ന ഡോക്യുമെന്റ്സ് ഉണ്ടാക്കി കൊടുക്കുക, അത് P&L ആണെങ്കിൽ അത്, ബാലൻസ് ഷീറ്റ് ആണെങ്കിൽ അത്, സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ അത്, നമ്മൾ ചോദിക്കുമ്പം അവർ ബുക്ക് കീപ്പിംഗ് എടുത്ത് മുന്നിൽ വെച്ച് തരും. ഇത്രയുള്ള അവരുടെ ജോലി. ആ തന്നിരിക്കുന്ന കണക്കിൽ നിന്ന് വരികൾക്കിടയിൽ കൂടി യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടത്, അത് വായിച്ചെടുക്കാനുള്ള കഴിവ് നമുക്ക് വേണം. സോ സിറ്റ് വിത്ത് യുവർ അക്കൗണ്ടന്റ് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ മന്ത്. ഇത് വൺസ് ഇൻ എ വീക്ക് ആക്കണം നിങ്ങൾ തുടക്കക്കാർ. നമുക്ക് ആദ്യം ഒന്നും മനസ്സിലാവത്തില്ല. അപ്പൊ ചോദിക്കണം, ഓക്കെ, ഈ ഒരാഴ്ചത്തെ എക്സ്പെൻസിന്റെ ലിസ്റ്റ് എടുത്ത്, ഈ ആഴ്ച എന്തൊക്കെ കാര്യത്തിന് എക്സ്പെൻസ് വന്നു, അത് ഇതാണ്ട സാറേ, ഇതാണ് ലിസ്റ്റ്. ഈ ആഴ്ച പോയിരിക്കുന്ന സ്റ്റോക്ക് ഏതൊക്കെയാ പോയിരിക്കുക, ഏതൊക്കെ പ്രൊഡക്റ്റാ പോയിരിക്കുക, ഇതെന്താ നീങ്ങാത്തെ? സെയിൽസ് ടീമിനെ വിളി, സെയിൽസ് മാനേജർ ഇനി വന്ന്, ഇതെന്തുവാ കാണിച്ചു വെച്ചിരിക്കുന്നു, എന്താ ഈ പേയ്മെന്റ് കളക്ട് ചെയ്യാത്ത?
സാറേ ആ സ്റ്റാഫ് കഴിഞ്ഞ ഒരു 4 ദിവസമായിട്ട് അവന്റെ അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് ഫീൽഡിൽ പോയിട്ടില്ല. അതുകൊണ്ട് അപ്പയും എടാ അവന്റെ അമ്മയ്ക്ക് വയ്യാതെ അവൻ പോയിട്ടില്ലെങ്കിൽ അടുത്ത ആളിനെ വിട്ടത് മേടിപ്പിക്കണ്ടായോ? വണ്ടിയെട്, ഞാനും വരാം, നമുക്ക് പോയി മേടിക്കാം. അപ്പം ചിലര് പറയുന്നത് സാറേ ഈ കണക്കെന്റെ തലയിലോട്ട് കയറത്തില്ല. അയ്യോ അത് വലിയ ഇന്നസെൻസ് ഒന്നും അല്ല കേട്ടോ. അത് അത്ര അയ്യോ പാവത്തിന് കണക്കൊന്നും തലയിൽ കയറത്തില്ല. കണക്ക് തലയിൽ കയറത്തില്ല നീ ബിസിനസ് ചെയ്യണ്ടെന്നേ. കാരണം ബിസിനസ് ഈസ് നമ്പേഴ്സ്. ബിസിനസ് എന്ന് പറയുന്നത് തന്നെ നമ്പേഴ്സ് ആണ്. ആ നമ്പേഴ്സ് തിരിച്ചറിയാനും അത് തലയിൽ കയറത്തില്ലെങ്കിൽ നീ ബിസിനസ് ചെയ്യണ്ട. എവറി ഡേ യു ഹാവ് ടു ലുക്ക് അറ്റ് യുവർ നമ്പേഴ്സ്. എവറി ഡേ. എന്റെ ഓഫീസ് രാവിലെ ഓപ്പൺ ചെയ്യുന്നത് രാവിലെ 9 മണിക്ക് എന്റെ ഓഫീസ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യത്തെ മെസ്സേജ് എനിക്ക് വരുന്നത് എന്റെ അക്കൗണ്ടന്റിന്റെയാണ്. ഇന്നത്തെ ക്യാഷ് പൊസിഷൻ എന്തുണ്ട്, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് ഇൻ അക്കൗണ്ട്, ഇന്ന് എത്രയാണ് എക്സ്പെക്ട് ചെയ്യുന്ന പേയ്മെന്റ് റിസീവബിൾസ്, ഇന്ന് എത്രയാണ് നമ്മൾ കൊടുക്കാനുള്ള പൈസ. ഈ 4 കണക്ക് എൻ്റെ രാവിലെ കിട്ടും. എങ്കിൽ നെറ്റ് പൊസിഷൻ എന്താണ്? ക്യാഷ് ഇൻ ഹാൻഡ് ഇത്രയുണ്ട്, ഇന്ന് ഇത്ര കിട്ടാനുണ്ട്, ഇത്ര കൊടുക്കാനുണ്ട്. ഇന്നത്തെ ഓ ക്യാഷ് കിട്ടാനുള്ളത് മൈനസ് കൊടുക്കാനുള്ളത്. എനിക്ക് നിർബന്ധമാണ് ഒരു മാസത്തിൽ 30 ദിവസം എനിക്ക് കിട്ടാനുള്ളതായിരിക്കണം കൂടുതൽ കൊടുക്കാനുള്ളതിനേക്കാൾ. 2 ദിവസമേ ഞാൻ ഇതിന് എക്സംഷൻ കൊടുത്തിട്ടുള്ളൂ. ഒന്ന് 20-ാം തീയതിയും 2 30-ാം തീയതി. 20-ാം തീയതി നമ്മളുടെ GST അടയ്ക്കേണ്ട ദിവസമാണ്. അന്ന് കൊടുക്കാനുള്ളത് കൂടുതലായിരിക്കും, കിട്ടാനുള്ളത് കുറവായിരിക്കും. അക്സെപ്റ്റബിൾ. 2 30-ാം തീയതി സാലറി ഡേറ്റ് ആണ്. അന്ന് കിട്ടാനുള്ളത് കുറവും കൊടുക്കാനുള്ളത് കൂടുതൽ. ഈ 2 ദിവസം ഒഴിച്ച് ബാക്കി 28 ദിവസവും എനിക്ക് പോസിറ്റീവ് ഓ ക്യാഷ് ആയിരിക്കണം. ഇത് വൈകുന്നേരം അല്ല ഞാൻ അറിയുന്നത്. രാവിലെ 9 മണിക്ക് മുന്നേ എന്റെ അക്കൗണ്ടന്റ് എല്ലാ റവന്യൂ സോഴ്സുകളെയും, അതായത് സെയിൽസിൽ നിൽക്കുന്ന എല്ലാരെയും വിളിച്ച് അവര് റിപ്പോർട്ട് ചെയ്യണം രാവിലെ. ഇന്ന് ഞാൻ ഇത്ര രൂപയുടെ കളക്ഷൻ കൊണ്ടുവന്നിരിക്കും. അത് ചാന്ദിനി പറയും, അത് സുകന്യ പറയും, അത് നിയാസ് പറയും, അത് അഖില് പറയും, അത് ആദിലും പറയും. 5 സെയിൽസുകാരും അവരുടെ അന്നത്തെ റിസീവബിൾസ് ഇത്രയായിരിക്കും, ഇന്ന് ഇത്ര രൂപ കളക്ട് ചെയ്യും എന്നവർ പറയും അക്കൗണ്ടന്റിന്റെ അടുത്ത്. ആ ഗ്രൂപ്പിൽ ഞാനും ഉണ്ട്. എന്റെ സാന്നിധ്യത്തിലാണ് അവർ കമ്മിറ്റ് ചെയ്യുന്നത്. അക്കൗണ്ടന്റ് അത് ഇത്രയും കൂടെ കൂട്ടിയിട്ട് പറയും, സാർ ഇന്ന് ഇത്രയാണ് കിട്ടാനുള്ളത്, 5 ലക്ഷം രൂപ കിട്ടാനുണ്ട്. കൊടുക്കാനായിട്ട് ഇന്ന് നമ്മുടെ ട്രാവൽ ഏജൻസിക്ക് ഇത്ര കൊടുക്കാനുണ്ട്, നമ്മുടെ ഇവന്റ് ടീമിന് ഇത്ര കൊടുക്കാനുണ്ട്, നമ്മുടെ മാർക്കറ്റിങ്ങിന് ഇത്ര കൊടുക്കാനുണ്ട്. കൊടുക്കാനുള്ളത് 1,20,000. നെറ്റ് പൊസിഷൻ എക്സ്പെക്റ്റഡ് 3,80,000 പ്ലസ്. ഇന്ന് പോസിറ്റീവ് ഓ ക്യാഷ് ആയിരിക്കും. വൈകുന്നേരം 6 മണിക്ക് എന്റെ അക്കൗണ്ടന്റ് ഓരോരുത്തർ 5 മണിയാകുമ്പോഴേ തുടങ്ങും. ഇന്ന് കമ്മിറ്റ് ചെയ്ത പൈസയിൽ ഇത്ര പൈസ കുറവുണ്ട്. 2 മിനിറ്റ് മതി നമുക്കിതൊന്ന് നോക്കാൻ. ഈ ഒരു ഒറ്റ ഹാബിറ്റ് നിങ്ങൾ ഫോം ചെയ്താൽ എവറി ഡേ ജസ്റ്റ് ഹാവ് എ ഗ്ലാൻസ്, ജസ്റ്റ് ലുക്ക് അറ്റ് ഇറ്റ്, ഇനഫ്. ഒരു പുതിയ ഐഡന്റിറ്റി നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ ഫോം ചെയ്യും. സോ ഡെയിലി ഒരു തവണയെങ്കിലും നിങ്ങളുടെ നമ്പേഴ്സ് നോക്കിയിരിക്കണം. അത് ഡേ തുടങ്ങുന്നത് തന്നെ ആ നമ്പേഴ്സ് വെച്ചിട്ടായിരിക്കണം. എന്നിട്ട് മന്ത്ലി ഒരിക്കൽ നിങ്ങളുടെ അക്കൗണ്ടന്റിനെയും സെയിൽസ് ടീമിനെയും മാർക്കറ്റിംഗ് ഹെഡിനെയും ഒക്കെ വിളിച്ച് കൂടിയിരുത്തിക്കൊണ്ട് ഒരു മന്ത്ലി റിവ്യൂ, ഡീപ്പ് റിവ്യൂ മീറ്റിംഗ് എടുക്കണം. അത് അക്കൗണ്ടന്റിന്റെ കൂടാണ് ആദ്യം ഇരിക്കേണ്ട. ഒരു 60 to 90 minutes, 1.5 മണിക്കൂർ ഫോണും എല്ലാം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അക്കൗണ്ടന്റിന്റെ കൂടെ ഇരിക്കണം. ആ ഒരു മാസത്തെ P&L എടുക്കണം, പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഈ മാസത്തെ ക്യാഷ് ഫ്ലോ എടുക്കണം. അതിൽ ക്യാഷ് എത്ര, ഇ ക്യാഷ് എത്ര, എഫ് ക്യാഷ് എത്ര. ഈ ഒരു മാസത്തെ റിസീവബിൾസ് എടുക്കണം, ഈ മാസത്തെ എക്സ്പെൻസുകൾ എടുക്കണം. അതിന്റെ അകത്തുനിന്ന് നിങ്ങൾ ട്രെൻഡുകൾ കണ്ടെത്തണം. അതിന്റെ അകത്തുനിന്ന് നിങ്ങളുടെ പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്യണം. ഇതിന്റെ അകത്തുനിന്ന് ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തണം. ഒരു വണ്ടിയുടെ സർവീസ് നടത്തുന്ന പോലെ, നമ്മുടെ വണ്ടി നമ്മൾ പീരിയോഡിക് ആയിട്ട് സർവീസ് ചെയ്യുന്ന പോലെ നമ്മുടെ ബിസിനസ്സിനെ മാസത്തിൽ ഒരിക്കൽ ആ മെക്കാനിക്കൽ വർക്ക്ഷോപ്പിലേക്ക് കയറ്റിയിട്ടിട്ട് നമ്മൾ കംപ്ലീറ്റ് റിവ്യൂ നടത്തുകയാണ്. വെറും 90 മിനിറ്റ്. ആ 90 മിനിറ്റ് നിങ്ങളുടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള പല 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 കാര്യങ്ങളും കട്ട് ചെയ്യാൻ പറ്റും. പല ഇൻകം സോഴ്സുകൾ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. കിങ്സ് ക്ലബ്ബുകാരുടെ പ്രത്യേകത, വി നെവർ വെയിറ്റ് ഫോർ പ്രോബ്ലംസ് ടു എക്സ്പ്ലോഡ്. പ്രശ്നങ്ങൾ ഉണ്ടായതിന് ശേഷം പരിഹരിക്കുന്നവരല്ല ഞങ്ങൾ. പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുന്നേ അത് ഡിറ്റക്ട് ചെയ്യും, അത് ഐഡന്റിഫൈ ചെയ്യും. സോ ഈ നമ്പേഴ്സ് നോക്കുന്നതിൽ കൂടി ആ മന്ത്ലി റിവ്യൂവിനെ വിളിക്കുന്ന പേരാണ്, എഴുതിക്കോ, ഏർലി വാർണിംഗ് സിസ്റ്റം. ഏർലി വാർണിംഗ് സിസ്റ്റം.